മനോജേ, പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഇപ്പം നമ്മളെല്ലാം നേരത്തെ പറയുന്ന പറയല്ലേ, കേരളത്തിലെ രാഷ്ട്രീയം വളരെ മനോഹരമാണ്, മറ്റേ സംശുദ്ധിയുള്ളതാണ്, കെട്ടുറപ്പുള്ളതാണ്. ഇപ്പം ഇതാ കിടക്കുന്നത് എല്ലാം പൂർത്തിയായി. ഇന്നലെ പോയി, മറ്റോ വേറെ ദിവസം ഇന്നലെ പോയി. ഇതിപ്പം മറുകണ്ടൻ ചാടൽ ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ? എന്നാ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. കുറച്ചു മുമ്പത്തെ വാർത്ത കണ്ടില്ലേ നമ്മൾ? ഒരു മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു, പാർട്ടിയുടെ മെമ്പർ സ്ഥാനം രാജിവെക്കുന്നു. ആ മന്ത്രിക്ക് ഒരു പ്രത്യേക ന്യൂനത. അല്ല, അത് കൂടാതെ ആ സെക്കൻഡിൽ തന്നെ മറ്റൊരു പാർട്ടിയുടെ മെമ്പർ MLA ആ സ്ഥാനത്തേക്ക് വരുന്നു. ഈ രാജിവെച്ച മന്ത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ല എന്ത് രാഷ്ട്രീയം? നാണം കെട്ട രാഷ്ട്രീയം. അല്ല ചേട്ടാ, നാട്ടില് ഇപ്പൊ കേരളത്തിലെ കഥ എടുക്ക്, അടുത്തത് പോട്ടെ, അടപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ. സാധാരണ കേരളത്തിൽ നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരാ ഉണ്ടാവില്ല സാധാരണ. അല്ലെന്ന് ഒരുപാട് ആൾക്കാർ പണ്ടെന്ന് പറഞ്ഞാല് ഒരു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞാല് അതിനൊരു വിലയുണ്ട്. ഒരു കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തെ പിന്നെ കുഞ്ഞിരാമൻ മാഷ് അങ്ങനെ പിന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. അവർക്ക് പക്ഷേ അന്നൊരു നിലയും വിലയുണ്ട്. ഒരു കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഓനൊരു വിലയുണ്ട്, ഒരു BJP കാരെന്ന് പറഞ്ഞാൽ ഓന് വിലയുണ്ട്, CPM കാരന് ഓനൊരു വിലയില്ലേ. ഇന്നെന്തെന്നില്ല, ആർക്കും ഒരു വിലയില്ല. വില കളയുന്ന ഇവരാണ് ഇന്നത്തെ കുറെ ചെറുപ്പക്കാർ. പൈസക്ക് വേണ്ടിട്ട് എന്ത് തോന്നിയ പൈസ മാത്രം, പൈസ സ്ഥാനവും വേറെ മറ്റേ പട്ടിക്ക് ബിസ്ക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ പോയിക്കോളും. അതിനെക്കാട്ടും കഷ്ടമാണ്. അത് വിശപ്പിന് വേണ്ടിട്ട് ഓനെ പിടിക്കാൻ വേറെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നുണ്ട്. ഓൻ ഭയങ്കരനാണ്, ഓന്റെ അത്ര വലിയവനില്ല, ഓന്റെ അത്ര നല്ലവനില്ല. ഇതന്നല്ലേ പറയുന്നത്. ഒരുത്തനെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥി കടന്നു കഴിഞ്ഞ പാടെ ഓന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു. അല്ല മനോജേ, ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഓക്കെ, അപ്പോൾ അപ്പുറം നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥി. ഇവർക്ക് ഒരു അനുഭവം ഉണ്ട്. പണ്ട് നേരത്തെ ഒരുത്തനെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥി, നിലമ്പൂരായിട്ട് ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഫോൺ തിരിച്ചങ്ങോട്ട് കുത്തിയിട്ട് 2 തെറി പറഞ്ഞ് ഇവർക്ക് അനുഭവം ഉണ്ട്. ഒരു വൈക്കായി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം എന്നാൽ അനുഭവത്തിൽ പഠിക്കേണ്ടവർ ആദ്യം ഇവർ അടുത്തതായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം എന്നാ സംഭവം നിങ്ങൾക്ക് പൈസ കണ്ടില്ലേ, പല പെട്ടിയിലും പലതും പോയി. ഇപ്പൊ മനസ്സിലായി, പണ്ട് സംഭവം മറ്റോപ്പം കയറി വന്നപ്പോ മറ്റേലേക്ക് പോയപ്പോ മനസ്സിലായി. അന്ന് വന്ന പെട്ടിയിലും അതാണ് ഇനി ഇവർ എത്ര പറഞ്ഞാലും ആ 4 കോടി ആ പെട്ടിയിലുണ്ടായി. നാട്ടുകാർക്കെല്ലാം തിരിയാൻ തുടങ്ങി. അതിന് ഉദാഹരണല്ലേ കോയനാട്ടാ, പിന്നെ വയനാട്ടിൽ എത്ര ആള് വോട്ട് ചെയ്യാത്തുണ്ട്? 5 ലക്ഷത്തിലധികം ആള് വോട്ട് ചെയ്യാത്തുണ്ട്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ, 5.5 ലക്ഷം ആളുകളുണ്ട് വോട്ട് ചെയ്യാത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 5.5 ലക്ഷം ആളുകൾ 5 ലക്ഷം ആളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന പറഞ്ഞാണ്. അതുമല്ല മനോജ്, നമുക്ക് പിന്നെ മറ്റേ ഇത് പറയുമ്പോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് ആളെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി പോയി. യഥാർത്ഥത്തിൽ നമ്മളെ പ്രതീക്ഷിച്ചെന്ന് എല്ലാവരും പിന്നെ ഈ പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാർ പോലും പ്രതീക്ഷിച്ചെന്നാണ്. സാധാരണക്കാരൻ വയനാടിന് വേണ്ടി വളരെ നല്ലൊരു പാക്കേജ് ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോ എത്ര 3-4 മാസമായി. നീ പറഞ്ഞു അന്ന്, നീ തന്നെ പറഞ്ഞത് എന്തായാലും ഒരു ഒരു വസ്തു കൊടുക്കൂല്ലോ. ഈ വസ്തുവിന്റെ എല്ലാ ഇത് പ്രശ്നം ഇവര് തമ്മിൽ ഉള്ള വിഷയം നല്ലോണം ഉണ്ട്. ഓൻ വന്ന ഓന് കൊടുക്കൂല. ഇതന്നെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയല്ല കാണുന്നത്. ഇന്നലെ പിന്നെ പെരിങ്ങോത്താ അതിന്റെ റോഡുമായിട്ട് ഭയങ്കര വിഷയം നടക്കുന്നുണ്ട്. നീലിരിങ്ങ റോഡില്ലേ, അങ്ങോട്ടുള്ള പഞ്ചായത്ത് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. മറ്റോ പറയുന്നത് ഇപ്പം ഫണ്ട് മേടിച്ചൊരു വകമാറ്റി ചെലവ് കൽബ് എന്ന് പറഞ്ഞ കൽബ്. ഇവിടെ ഇപ്പം ഒരു പഞ്ചായത്തിൽ വേറെ ഒരു പാർട്ടിന്റെ മെമ്പർ ആണെങ്കിൽ ഓനും കൊടുക്കൂല, ഭാഗം ശരിയാക്കുമ്പോൾ ഓനും കൊടുക്കൂല. നമ്മളങ്ങനെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു പ്രശ്നമല്ലേ, അത്ര നിസ്സാരമായിട്ട് അതിന് കാണുമ്പോൾ ഒരു പ്രശ്നം വെച്ചാല് ഈ നാടിന് യഥാർത്ഥ ഘടിപ്പം വയനാട്ടിൽ ആ സംഭവം നടന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും അത് ഉണ്ടായിട്ടില്ല. അല്ല അത് ശരിയാന്ന്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് ഇപ്പൊ ഞാനോ നിങ്ങൾ വിചാരിച്ചല്ല, നമുക്ക് പ്രതിഷേധിക്കാം. പക്ഷെ നാട്ടിൽ കിട്ടുന്ന ഇപ്പൊ നടക്കുന്ന സംഭവം ഇപ്പൊ നമ്മ പറഞ്ഞു ഇതൊക്കെ അതിന്റെ അടിസ്ഥാനം, ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. മോളിന്ന് പോലെ ഇത് തുടങ്ങി, പിന്നെ ഈടെയാണ് ഇപ്പൊ ഇത് വേണ്ടാത്തത്. പിന്നെ എന്താ വെച്ചാല് എല്ലാവർക്കും ഇത് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്നവരാണ്. PSC എഴുതിയിട്ട് ജോലിക്ക് പോകുന്നവരാണ്. പിന്നെ മറ്റേ ഓരോ സംഘടനയുടെ പോകുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഏരിയ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി ഒക്കെ വരുന്നത്. ഈ അതിന്റെ അടുത്ത് ഒരു ചോദ്യം,
ഞാൻ അങ്ങോട്ട് മാറി അവരെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കവാറും തല്ല് എൻ്റെ കയ്യിൽ കിട്ടും. നിങ്ങൾ ഒരു കാര്യം ഞാനെവിടെ പോന്ന് നമുക്ക് നോക്കാം. വയസ്സിന് മൂത്താളെ തച്ചു എന്നില്ല അത് വേറെ വിഷയം തന്നെയാ. കുഞ്ഞിരാമേട്ടൻ ഇപ്പൊ ഒരു വലിയ ആഗ്രഹമുണ്ട്, ഒരു ഇലക്ഷൻ. പണ്ട് ഇയാൾക്ക് സീറ്റ് കൊടുത്തിട്ട് ഇയാൾക്ക് വേണ്ട. അന്നേരം ഒരു സപ്പോർട്ടിങ് ആഗ്രഹമുണ്ട് തോന്നല്ലേ കുഞ്ഞിരാമേട്ടൻ അല്ല ഞാൻ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും തെരഞ്ഞെടുപ്പിന് ഇതാവുമല്ലോ. നമുക്ക് ഇയാളെ മത്സരിപ്പിച്ചാല് പിന്നെ നമ്മളൊരു പ്രതിഷേധം ഇങ്ങനെയല്ല ഇവിടെ വേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല ഇവിടെ. ഇതൊന്നുമല്ല. ഇയാൾ ഇപ്പൊ മത്സരിച്ചു ഇരിക്കട്ടെ, ഒരു തന്നെ തോപ്പിക്കാൻ ഉപയോഗിച്ചാൽ പറ്റും. സിമ്പിൾ ആയിട്ട് പറ്റും. പഞ്ചായത്ത് പെട്ട് കിട്ടും, പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നും മത്സരിക്കാം. മാത്രം നടക്കൂല, നമുക്കും കിട്ടണം പണം. കിട്ടുക പോയി എല്ലാം പോയി. ഉദയക്രിയ നമ്മളെ കൈയുണ്ടല്ലേ. അപ്പോഴേ ലക്ഷ്മണ, രാഷ്ട്രീയം വേണ്ടെന്നോ പിന്നെ ആവശ്യമില്ലാന്നല്ല പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്നവർ, കാൾ മാർക്സിനെ അങ്ങനെ അരച്ചാൽ കുടിച്ചവർ, പിന്നെ പാരമ്പര്യം പറയുമ്പം മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മറ്റേ പി കൃഷ്ണപിള്ള, EMS, AKG, അങ്ങനെ 100,000 പാരമ്പര്യങ്ങൾ പറയുന്നവർ. ആ പാരമ്പര്യം പറയുന്നവർ അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉറപ്പാക്കണം. ജനങ്ങളോട് അവരോട് പറയുന്ന ആശയത്തോട്. ഗോവിന്ദട്ടാ, പണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു പൊതുജന സേവനമാണ്, അവനൊന്നും വേണ്ട. അതെ, ഇന്നത് തൊഴിലാണ്. ഇതാണ് വ്യത്യാസം. തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടതെന്നാ പൈസ അല്ലേ വേണ്ട. അതേ അതിൽ സംഭവമില്ലല്ലോ. എന്താ ചേട്ടാ, ഇപ്പൊ ഇതൊരു തൊഴിലാണ്. ഇതെല്ലാം കഴിഞ്ഞ ഒരു കുപ്പായിലിട്ടിട്ട് പോയി ആണെന്ന് മനസ്സിലാക്കി. പഴയ ഒരു കാര്യമാണ്. പണ്ട് ഇവിടെ സ്ഥാനം അറിഞ്ഞാൽ അന്ന് പാർട്ടിക്ക് ഇങ്ങനെ ശരിയായ വർക്കൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ ഒരു ഊട് വഴി ഈ പ്രദേശത്ത് തന്നെ ഞങ്ങളൊരു അന്ന് ഈ നിലവിളക്കിന് തണ്ടെടുത്തിട്ടാണ് ഇത് മെഗാഫോണൊക്കെ അല്ലേ, അതും വെച്ച് രാത്രി വോട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകാം. അപ്പോൾ ഒരു തല കംപ്ലീറ്റ് മൂടി കെട്ടിയിരിക്കുന്നു, കാലും എല്ലാം കെട്ടി, നടുഭാഗം മാത്രം ഒറ്റടി പാതയല്ലേ നടുക്ക് കിടക്കുന്നു, വഴി തടയാൻ. അത് ശരി. അന്നത്തെ രാഷ്ട്രീയത്തിനെയാണ് പറയുന്നത്. ആ സുഹൃത്തിനാ അന്നത്തെ ഒരു ജന്മി, ആരെങ്കിലായിക്കോട്ടെ, അയാളെ വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് കസേരയുടെ താഴെ ഇരുത്തി വിളിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ ജന്മിക്ക് അത്ര ഇതാണായിരുന്നു അന്ന്, ആ വിലയുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷെ ആ കാലമല്ല കുഞ്ഞിരാമേട്ടാ. ഇന്നിപ്പം വേണമെങ്കിൽ ആർക്ക് നമുക്ക് ഒരു കാര്യമുണ്ടേ, കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ഹരിയാനയിലൊക്കെ ആണ് ഈ പറയുന്നത് ശരിയെന്നെ. ഇന്ന് നിങ്ങൾ ഒരു പാർട്ടിയില്ല, നാളെ അതേ നിങ്ങൾ തന്നെ വേറെ സ്ഥലത്ത് പോകും. ഇത് കേരളത്തിലെ അവസ്ഥ. കേരളത്തിന്റെ അവസ്ഥ അല്ലെന്നേ, ഈ 4 കോടി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു 4 കോടി വാങ്ങിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരിക്കുന്ന മനുഷ്യൻ ഈ ഒരു 2-3 ആഴ്ച മുമ്പ് ചാനലിൽ നിന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെ ഒക്കെ തെറി പറഞ്ഞു നമ്മ കേട്ടാണ്. അത് മാത്രമല്ല, തെറി വിളിച്ചോട്ട് ഓന്റെ വായിന്ന് വന്നത് വിഷല്ലേ, വിഷല്ലേ പിന്നെ നമ്മളെന്താ ചെയ്തേ, മറ്റേ മഹാത്മാഗാന്ധിനെ ചെറുതായിട്ട് വെടിവെച്ച് വന്നേ ഉള്ളൂ. വളരെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കാര്യമ്പോ മോൻ ചെറുതായിട്ട് ഒന്ന് വെടിവെച്ച് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ ആടെ പറ്റി. ഇന്ന് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരു വലിയ നേതാവിനെ കണ്ട് മാപ്പ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ പിന്നെ വളർത്തപ്പെട്ട ആളുകളെല്ലാം ഞാൻ പറഞ്ഞു. അതിന് മറ്റൊരു ട്രോള് വന്നിട്ട് എന്നറിയാ, ഈ സുന്നത്ത് ചെയ്താലും മുണ്ടിങ്ങനെ മുകളിലോട്ട് കെട്ടിയിട്ട് കിടക്കൂലേ, അതേമാതിരി ആ ചങ്ങായിനെ കിടത്തിയിട്ട് ട്രോള് വന്നിട്ടുണ്ട്. ചെയ്തു അങ്ങനെ ഇതിലെ കൂടെ കേട്ടല്ലേ. ഞാൻ സ്നേഹത്തിന്റെ പാലാഴിയിലേക്കാണ് എന്നിരിക്കുന്നതാണ്. അല്ല, നമ്മക്ക് പോകുന്നതിനൊന്നും പരാതിയില്ല. പക്ഷെ നാടിന്റെ ഒരു അവസ്ഥ, ഒരു മൂല്യച്യുതിയല്ലേ ശരിക്കും പറഞ്ഞാൽ. അല്ലേ, ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ വരുന്ന ചെറുപ്പക്കാരെ തിരുത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല. നീ പോവാൻ പാടില്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമല്ലോ. പക്ഷെ ഇവനെല്ലാം പോയത് ഈ മറ്റേ ഈ ഇപ്പൊ പറഞ്ഞ BJP പോയതുണ്ടല്ലോ, അവൻ രാവിലെ ഉറങ്ങണിച്ച് പോയൊന്നുമല്ല. അവന് ഒരു കൊല്ലായി വലിഞ്ഞിട്ട്. ഇനി എത്ര ആൾക്കാർ ഇതിങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ടറിയോ? എത്രയോ ആൾക്കാർ പൈസ കിട്ടാൻ വേണ്ടി കാത്തുക്കാണ്. അതെ, എന്തിന് ഒരു സീറ്റിന് കർണാടകത്തിൽ പോയാല് കോടികളാണ് കൊടുക്കല് സീറ്റ് വേണമെങ്കിൽ. പോരെ, നമുക്ക് പറയാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. രാഷ്ട്രീയം വേണ്ടാന്നോ അല്ലെങ്കിൽ ഒഴിവാക്കണോ എന്നല്ല പറയുന്നത്. മഹാത്മാഗാന്ധിയും മറ്റും പിന്നെ കൊണ്ടുവന്ന ആ ഒരു രാഷ്ട്രീയ ശൈലി ഉണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റേ കേരളത്തിൽ മുമ്പ് EMS ഒരുപാടും CK ഗോവിന്ദനും കൊണ്ടുവന്ന കേക്കളപ്പനൊക്കെ അടക്കം കൊണ്ടുവന്ന ഒരു ശൈലിയുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലി നടത്താൻ പറ്റുന്ന മാത്രമായിട്ട് നിൽക്കുക, അല്ലാത്ത പുറത്തു പോകും. ഇത്രയും ഇല്ലെങ്കിലും വേണ്ടില്ല.
ഒരു നേരനെറി ഉണ്ടാവും. നേരുന്നറിയണ്ടാണ് ഈ നേരുന്നറിയും പാടെ ഇങ്ങനെ തന്നെ വേണം. മാത്രം രാഷ്ട്രീയത്തിൽ പോകുന്ന പരിപാടി. ഇന്നത്തെ പത്രത്തില് അവരെ ചാട്ടവർ കൊണ്ട് അടിക്കും. അയാള് വന്നതിന്റെ ഒരു മാർഗം എഴുതിയിട്ടുണ്ട് ഒരു പത്രത്തില്. അയാള് വന്ന വഴി ഏതാന്ന് വെച്ചാൽ അത് ശരി രഹസ്യ ചർച്ച മുതല് ഈ സ്ഥലത്ത് ഈ ഓഫീസിൽ എത്തുന്നവരെ ഉള്ള കാര്യങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പ്രസംഗിക്കുന്ന അതേ വേദിയിലെടുത്ത് അയാളെ പ്രസംഗത്തിന് തടയിടാൻ വേണ്ടിയിട്ട്. കാരണം ആളെ ശ്രദ്ധിക്കാതിരിക്കാൻ. പിന്നെ ചാനൽ മുഴുവൻ ഇതിലേക്ക് കിടക്കുമല്ലോ. മറ്റേതിന്റെ ചാനലിനെ പറയണം. ചാനലുകാർക്ക് നല്ലൊരു കൈയുണ്ടില്ലേ. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഥാപാത്രം വലിയ ഒന്നുമല്ല. ഓന്റെ കൂട്ടം നിങ്ങൾ നോക്കിക്കോ. സാധാരണ ഇപ്പം ഞാൻ പോയി അല്ല നിങ്ങൾ പോയി, ഇത് ആര് പോയിക്കോട്ടെ, ഓന്റെ ഇപ്പൊ രണ്ടാളെങ്കിലും വേദിയിൽ ഉണ്ടാവണ്ടേ. ഉണ്ടാവണല്ലോ. എന്റെ കൂടെ ഉള്ള 2 പേരല്ല 5 പേര് വേണ്ടേ. ഒരാളെ നമുക്ക് അഞ്ചാരം പറ്റില്ല. അതിന്റെ ഗുണം കിട്ടുന്നല്ലേ പറയുന്നത്. ഏടുന്ന് കിട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് കിട്ടും. അത് കിട്ടും. അല്ല അതൊന്നല്ല ചോദിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയി മുട്ടിച്ചിനാടാ. ഇവന്റെ ഏതോ ഒരു സമുദായക്കാരല്ലോ എല്ലാവരും കൂടെ പറ്റിച്ചൊന്നും വേണ്ട. പക്ഷെ ആ സമുദായത്തിൽ ഒരാൾ പോലും ഇവനെ വരും പറ്റും. അപ്പോഴേ ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ. വരുന്ന രാഷ്ട്രീയക്കാരോട്, ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയക്കാരോട് വളരെ തറവായിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ട് പറഞ്ഞു, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. പക്ഷെ അന്തസ്സുള്ള രാഷ്ട്രീയം പറയണം. അത്ര അന്തസ്സുള്ള രാഷ്ട്രീയം. പണം വാങ്ങിയിട്ട് നാളെ അപ്പുറത്തേക്ക് മറിയാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. വോട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. സത്യം. അങ്ങനെ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർക്ക് നേരെ ആയിക്കോളും. എന്ത് പറഞ്ഞാലും ഒരു കാര്യം, എന്റെ കാര്യം മറക്കാൻ പാടില്ല. നിങ്ങളെ പ്രാവശ്യം ഒരു പ്രാവശ്യം കുളിപ്പിച്ചു നമ്മളൊക്കെ ഫ്രീ. ഓക്കെ ആയില്ലേ? ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാനും നമ്മ എല്ലാവരും ശരി. ഏതെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് വരുന്ന ഒരു കക്ഷി നമ്മൾ തോപ്പിക്കുകയും ചെയ്യും. അത്രേ. ഓക്കെ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.